കുട്ടികളെ ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ നമ്പേഴ്സ് എന്ന ചാപ്റ്ററിലെ ലാസ്റ്റ് പേജാണ്, പേജ് നമ്പർ 108 എല്ലാ ചോദ്യങ്ങളും ഇന്ന് ഡിസ്കസ് ചെയ്യാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് ഈച്ച് ഓഫ് ദീസ് നമ്പേഴ്സ്. താഴെ തന്നിരിക്കുന്ന എല്ലാ നമ്പേഴ്സിൻ്റെയും നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്രയാണെന്ന് കണ്ടെത്തുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 500 ആണ്. നമ്മളതിനെ എന്ത് ചെയ്യുന്നു? പ്രൈം പ്രോഡക്റ്റ് ആക്കുക. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അപ്പം 250. എഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 125. ദെൻ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അപ്പം 12-നകത്ത് 5 2 തവണ, റിമൈൻഡർ 225 5 ടൈംസ് 5 എഗെയിൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 1 വരുന്നത് വരെ ചെയ്യുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക? പ്രൈം പ്രോഡക്റ്റിനെ ഇങ്ങനെ നമ്മൾ നേരെ എഴുതുക. 2 × 2 × 5 × 5 × 5. അപ്പോൾ എത്ര 2s ഉണ്ടായിരുന്നു? നമുക്ക് 2 2s. അപ്പോൾ 2^2 എത്ര 5 ഉണ്ട്? 3. 5^3. ഇനി ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഈ മുകളിൽ വന്നിരിക്കുന്ന ഈ എക്സ്പോണൻ്റ് അല്ലെ, 2ൻ്റെ പവറിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യുക. അതായത് ഈ നമ്പറിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യുക. 2 + 1 ഇൻറ്റു ഈ നമ്പറിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യുക. അതായത് 3 + 1 രണ്ടിൻ്റെയും കൂടെ പ്രോഡക്റ്റ് എടുക്കുക. 2 1 3 ഇൻറ്റു 3 + 1 4. 3 4s are 12. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഘടകങ്ങൾ, 500ൻ്റെ ഘടകങ്ങളുടെ എണ്ണം. അപ്പം 500ൻ്റെ ഘടകങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് 500 എന്ന് പറയുന്നത് 12 ആണ്. അടുത്തത് 600 ആണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 300, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 150, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 75. ദെൻ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 7-നകത്ത് 2 ടൈംസ്, 15-നകത്ത് 5 ടൈംസ്, ദെൻ 5 കൊണ്ട് ചെയ്യുന്നു, 5 എഗെയിൻ 5 1. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് 2^2 × 2 × 2 × 3 × 5 × 5. 1 2 3 2^3 ഇൻറ്റു ഇത് ഒരെണ്ണേ ഉള്ളൂ, അപ്പോൾ 3^1 ഇൻറ്റു 5^2. ഈ പവറിൻ്റെ കൂടെ എല്ലാം ഒന്ന് ആഡ് ചെയ്യുന്നു. 3 + 1 1 + 1 ആൻഡ് 2 + 1 എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു. 4 ഇൻറ്റു 2 ഇൻറ്റു 3. 4 2s are 8 3s are 24. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് 600, 600ൻ്റെ ഘടകങ്ങളുടെ എണ്ണം 24. ഇത് 700 കൊണ്ട് ചെയ്യുമ്പോൾ 2 കൊണ്ട് ചെയ്യുമ്പം 350, 2 കൊണ്ട് ചെയ്യുമ്പോൾ 3 2 ഒരു പ്രാവശ്യം, 15 7 ടൈംസ്, 10-നകത്ത് 5 ടൈംസ്. ദെൻ 5 കൊണ്ട് ചെയ്താൽ 5 3s are 15, റിമൈൻഡർ 225 5 ടൈംസ്. അഗെയിൻ 5 കൊണ്ട് ചെയ്യുന്നു, 7 7 1. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? 2 × 2 × 5 × 5 × 7. ടു റേസ്ഡ് 2 ഇൻറ്റു 5^2 ഇൻറ്റു 7. അപ്പോൾ പവർ എല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? പവർ നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പം 2 + 1 എഗെയിൻ 2 + 1. ഇവിടെ റേസ്ഡ് 1 അല്ലേ, അപ്പോൾ 1 + 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആഡ് ചെയ്തപ്പോൾ 3 ഇൻറ്റു 3 ഇൻറ്റു 2. 3 3s are 9 2s are 18. 700-ന് 18 ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. അടുത്തത് 800, 2 400, 2 200. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് വെച്ചാൽ പകുതി എഴുതി പോയാൽ മതി കേട്ടോ, അത് നിങ്ങൾക്ക് എളുപ്പം. പിന്നെ ഓരോ നമ്പറായിട്ട് നോക്കിയാലും കുഴപ്പമൊന്നുമില്ല. 5 5 എഗെയിൻ 5 1 വരുന്നവരെ ചെയ്തു. ദെൻ 2, എത്ര 2s ഉണ്ട് ഇവിടെ? 1 2 3 4. അപ്പോൾ 2^4 ഒറ്റയടിക്ക് എഴുതാം കേട്ടോ. 4 അല്ലല്ലോ, 3 4 5 ഉണ്ടായിരുന്നു കേട്ടോ. 2^5. എത്ര 5 ഉണ്ട്? 2 എണ്ണം. 5^2. നമ്മൾ
പവറിൻ്റെ കൂടെ +1 ചെയ്യുമ്പോൾ 5 + 1 ഇൻറ്റു 2 + 1 6 ഇൻറ്റു 3 സോ 18. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് 800 എന്ന് പറയുന്നത് 18ആണ്. 800ൻ്റെ ഘടകങ്ങൾ 18 ആണ്. ഒന്നാമത്തെ ചോദ്യത്തിൽ ലാസ്റ്റത്തെ ക്വസ്റ്റ്യനാണ് 900. 900നെ കൂടെ ചെയ്തേക്കാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 450. അഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 4ൽ 2 ടൈംസ്, 5ൽ 2 ടൈംസ്, 10നകത്ത് 5 തവണ. 2 കൊണ്ട് ചെയ്തു. 2 കൊണ്ട് പറ്റില്ല, 5 വന്നുകൊണ്ട് 5 2 7 2 9, അപ്പം 3 കൊണ്ട് പറ്റും നമുക്ക് കേട്ടോ. 22നകത്ത് 3 7 ടൈംസ്, റിമൈൻഡർ 1. 15നകത്ത് 3 5 ടൈംസ്. ദെൻ 3 കൊണ്ട് ചെയ്തു. 7നകത്ത് 3 2 തവണ, 15നകത്ത് 5 തവണ. ദെൻ 5 കൊണ്ട് ചെയ്തു. അഗെയിൻ 5 1. സോ എത്ര 2 ഉണ്ട്? 2 raised to 2 ഇൻറ്റു എത്ര 3s ഉണ്ട്? 3 raised to 2 ഇൻറ്റു എത്ര 5 ഉണ്ട്? 5 raised to 2. ദെൻ പവേഴ്സ് എല്ലാം +1 ഇട്ടു. 2 + 1, ഇവിടെയും 2 + 1, തേർഡ് വണ്ണും 2 + 1. 3 ഇൻറ്റു 3 ഇൻറ്റു 3, 3 3s are 9 3s are 27. 27 ഫാക്ടേഴ്സ് ഉണ്ട് കേട്ടോ 900. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് 27. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ മെനി ഫാക്ടേഴ്സ് ഡസ് എ പ്രൊഡക്റ്റ് ഓഫ് 3 ഡിസ്റ്റിങ്ക്റ്റ് പ്രൈംസ് ഹാവ്? വാട്ട് അബൌട്ട് എ പ്രൊഡക്റ്റ് ഓഫ് 4 ഡിസ്റ്റിങ്ക്റ്റ് പ്രൈം? 3 ഡിസ്റ്റിങ്ക്റ്റ് പ്രൈമിൻ്റെ പ്രോഡക്റ്റ് എടുത്താൽ എത്ര ഫാക്ടേഴ്സ് ഉണ്ടാവും? അതുപോലെ 4 ഡിസ്റ്റിങ്ക്റ്റ് പ്രൈംസ് എടുത്താൽ അതിൻ്റെ പ്രോഡക്റ്റ് എടുത്താൽ എത്ര പ്രൈംസ് ഉണ്ടാവും? നമുക്കറിയാം ഏതൊരു പ്രൈം നമ്പർ എടുത്താലും അവയ്ക്കെല്ലാം എത്ര ഫാക്ടേഴ്സ് ഉണ്ടാവും? 2 ഫാക്ടേഴ്സ് ഉണ്ടാവും എന്നറിയാം അല്ലേ? ഏത് പ്രൈം നമ്പർ എടുത്താലും അതിനെല്ലാം എന്താണ്? 1ഉം ആ നമ്പറും ഫാക്ടർ ആയിരിക്കും. 5 എടുത്താലും 1ഉം ആ നമ്പറും ആയിരിക്കും ഫാക്ടർ. അപ്പോൾ ഇവയുടെ പ്രോഡക്റ്റ് നമ്മളെടുത്തു 2 ഇൻറ്റു 3 ഇൻറ്റു 5. അപ്പോൾ എന്തായാലും ഇത് raised to 1 ആണല്ലോ. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് എടുക്കുമ്പം നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനുള്ള മാർഗം ഈ പവറിൻ്റെ കൂടെ +1 ആഡ് ചെയ്താൽ മതിയാവും അല്ലേ? +1 ആഡ് ചെയ്തു. അപ്പോൾ ഓരോന്നിൻ്റെയും ഫാക്ടേഴ്സ് അങ്ങനെയാണ് നമുക്കിവിടെ 2 കിട്ടിയത്. 2 നമ്പർ ഓഫ് പ്രൈംസിൻ്റെ ഫാക്ടർ 2 ആണെന്ന് കിട്ടിയത്. അങ്ങനെ ഇവിടെ 1 + 1 2, 1 + 1 2, 1 + 2. അപ്പം 2 ഇൻറ്റു 2 ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 2 4 2 8 ആണ് ഡിസ്റ്റിങ്ക്റ്റ് പ്രൈംസിൻ്റെ. അത് ഏതായാലും കുഴപ്പമില്ല, ഏത് നമ്പർ വന്നാലും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. നമ്മൾ ജനറലൈസ് ചെയ്ത് എഴുതുമ്പോൾ ഇതൊരു പി എന്നൊരു പ്രൈം നമ്പർ, ക്യൂ എന്നൊരു പ്രൈം നമ്പർ, ആർ എന്നൊരു പ്രൈം, 3 ഡിസ്റ്റിങ്ക്റ്റ് പ്രൈമാണ്. അവയുടെ പ്രൈം പ്രോഡക്റ്റ് എടുക്കുന്നു. അപ്പോൾ പി ഇൻറ്റു ക്യൂ ഇൻറ്റു ആർ എടുത്തു. അപ്പോൾ ഇവയുടെ എല്ലാ ഫാക്ടേഴ്സിൻ്റെ എണ്ണം നമ്മൾ എഴുതുമ്പോൾ 1 എന്നാണ് എഴുതുന്നത്. സോ പി raised to 1 + 1 ആ പ്രൈം പ്രോഡക്റ്റിൻ്റെ സം എടുക്കുമ്പോൾ എന്ത് വരും? 1 + 1 1 + 1 1 + 1. അപ്പം 2 ഇൻറ്റു 2 ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 8 വരും. ഇനി 4 ഫാക്ടേഴ്സ് വന്നാൽ എന്ത് സംഭവിക്കും? അതായത് പി ഇൻറ്റു ക്യൂ ഇൻറ്റു ആർ ഇൻറ്റു എസും കൂടെ 4 നമ്പേഴ്സ് ഉണ്ടായിരുന്നു വിചാരിക്കുക. അപ്പോൾ എന്ത് വരും? എല്ലായിടത്തും 2 വെച്ച് വരുമല്ലോ. അപ്പം 2 raised to 4 ചെയ്താൽ മതിയാവും. 2 raised to 4 എത്ര? മറ്റേ കേസിലാണെങ്കിൽ 2 raised to 3 ആയിരുന്നു. ഇവിടെ 2 raised to 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 16 നമ്പർ ഓഫ് ഫാക്ടേഴ്സ് 4 ഡിസ്റ്റിങ്ക്റ്റ് പ്രൈംസ് എടുത്താൽ ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞിട്ടില്ലെങ്കിലും 5 ഡിസ്റ്റിങ്ക്റ്റ് ഫാക്ടേഴ്സ് ആണെങ്കിലോ അപ്പോൾ നമ്മൾ 5 raised to 2 എടുത്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ എത്ര വരും? 25 ഫാക്ടേഴ്സ് ഉണ്ടാവും. 6 ഡിസ്റ്റിങ്ക്റ്റ് പ്രൈം ആണെങ്കിലോ 6 raised to 2 എടുത്താൽ മതിയാവും. ഓക്കെ, 36 ഫാക്ടേഴ്സ് ഉണ്ടാവും. അടുത്തത് നാലാമത്തെ ചോദ്യം. ഫൈൻഡ് 2 നമ്പർ വിത്ത് എക്സാക്ട്ലി 5 ഫാക്ടേഴ്സ്. വാട്ട് ഈസ് എ സ്മോളസ്റ്റ് നമ്പർ വിത്ത് എക്സാക്ട്ലി 5 ഫാക്ടേഴ്സ്? 5 ഫാക്ടേഴ്സ് മാത്രമുള്ള 2 നമ്പേഴ്സ് എഴുതുക. അതിൽ തന്നെ ആരാണ് ചെറിയതെന്നും കൂടി ചോദിച്ചിട്ടുണ്ട്. സ്മോളസ്റ്റ് നമ്പർ വിത്ത് എക്സാക്ട്ലി 5 ഫാക്ടേഴ്സ്, 5 ഘടകങ്ങളുള്ള ഏറ്റവും ചെറിയ നമ്പറും കൂടി ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിന് മുന്നേ പഠിച്ച് ഓഡ് നമ്പേഴ്സ് ഓഫ് ഫാക്ടേഴ്സ് വരുന്നത്, ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് വരുന്നത് ഏതാണ്? പവർ നമ്പറിന് മാത്രമേ ഉള്ളൂ. 1
4, 9, 1 1s are 1, 2 2s are 4, 3 3s are 9, 5 5s are 25, 6 6 are 36, 7 7s are 49, 8 8s are 64, 9 9s are 81, 10 10s are 100. ഇത്രയും നമ്പേഴ്സിന് മാത്രമേ ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഉള്ളത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അതിൽ തന്നെ 5 എണ്ണം മാത്രം എക്സാക്റ്റ് ആയിട്ടുള്ളത് നോക്കാം. അപ്പം നമ്മൾ 9 എടുക്കാം. 9 എന്ന് പറയുന്ന നമ്പറിൻ്റെ 9 ഫാക്ടേഴ്സ് നമുക്ക് നോക്കാം. 9 ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ 1 9 ദെൻ 3 അത്രേ ഉള്ളൂ. 1 3 9 വന്നു. അടുത്ത നമ്പർ 25ൻ്റെ നോക്കാം. 25ൻ്റെ ഫാക്ടർ ആണെങ്കിൽ 1 25 അതെല്ലാം എക്സാക്ട്ലി 3 മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ അല്ലേ. നമുക്ക് 36 നോക്കാം. 36ലാണെങ്കിൽ 1 36 2 18 3 12 4 9 ഇത്രയും വരുന്നുണ്ട്. അപ്പോൾ എക്സാക്റ്റ് ഇതൊന്നും എന്തിൽ പെടുന്നില്ല, എക്സാക്റ്റ് 5 വരുന്നില്ല. നമുക്ക് 60 ഇവിടെ 16 വിട്ടുപോയി അല്ലേ. 16 കൂടെ ഉണ്ടായിരുന്നല്ലോ. 16 നോക്കാം. അപ്പോൾ 16ൻ്റെത് നോക്കാം. 16ൻ്റെ എടുക്കുമ്പോൾ 1 16 2 8 4 നോക്കൂ, എക്സാക്റ്റായിട്ട് 5 ഫാക്ടേഴ്സ് വന്ന് 16ന് വന്നിട്ടുണ്ട്. ഇതിനടുത്ത് നമുക്ക് നോക്കാം 36 81 നോക്കിയാലോ. 81 എടുക്കുമ്പോൾ ഫാക്ടേഴ്സ് വരുന്നത് 1ഉം 81 വരും. ദെൻ അടുത്ത എക്സാക്റ്റ് ആയിട്ട് 3 27 വരും. ദെൻ 9 വരും. സോ 5 ഫാക്ടേഴ്സ് വരുന്ന 2 നമ്പേഴ്സ് ആരൊക്കെയാണ്? 4ൻ്റെ പവറായ 16ഉം 9ൻ്റെ പവറായ 81ഉം. ഇതാണ് 2 നമ്പേഴ്സ്. അതിൽ തന്നെ ലീസ്റ്റ് നമ്പർ ആരാണ്? 16 ആണ്. ഓക്കെ, അപ്പോൾ ഓർത്തോണം, ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് വരുന്നത് ഇങ്ങനെയുള്ള പെർഫെക്റ്റ് സ്ക്വയറുകൾക്ക് മാത്രമേ എന്ത് വരുള്ളൂ? ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് വരുള്ളൂ. അതിൽ തന്നെ എക്സാക്റ്റ് ആയിട്ട് 5 നമ്പർ ഓഫ് ഫാക്ടേഴ്സ് വരുന്നത് 16നും 81നും. അതിൽ ചെറിയ ആരാണ്? 16 16. 108ലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി ഈവൻ ഫാക്ടേഴ്സ് ഡസ് 3600 ഹൗ? ഓക്കെ, ആദ്യം നമുക്ക് 300 ആൻഡ് 3600ൻ്റെ പ്രൈം പ്രോഡക്റ്റ് എല്ലാം ഒന്ന് എഴുതാം. ഓക്കെ, സോ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1800, എഗെയിൻ 2 കൊണ്ട് ചെയ്യുമ്പോൾ 900, ദെൻ 2 കൊണ്ട് ചെയ്യുമ്പോൾ 450, ദെൻ 2 കൊണ്ട് ചെയ്യുമ്പോൾ 225, ദെൻ 3 കൊണ്ടേ ഇനി പറ്റുള്ളൂ കേട്ടോ. അപ്പം 75, എഗെയിൻ നമ്മൾ 3 കൊണ്ട് ചെയ്തപ്പോൾ 25, ദെൻ 5 5. സോ പ്രൈം പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എവിടെ മുതൽ എഴുതണം? നമ്മൾ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 5 വരെ എഴുതി. ഓക്കെ, നമ്മളതിനെ എന്ത് എഴുതണം? പവറായിട്ട് എഴുതുക. 2 raised to 4 ഇൻറ്റു 3 raised to 2 ഇൻറ്റു 5 raised to 5. അപ്പോൾ നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ട നമ്പേഴ്സ് 2ഉം 3ഉം 5ഉം ആണ്. പിന്നെ ഒരു കാര്യം നമുക്ക് ചെയ്തിട്ട് പോകട്ടെ, എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന് നോക്കിയിട്ട് പോയേക്കാം അല്ലേ. 4 + 1 2 + 1 ആൻഡ് 5 raised to 2 ആട്ടോ. 2 + 1 ഇപ്പോൾ എത്ര വന്നു? 4 1 5, 2 1 3, 2 1 3. സോ 5 3s are 15 ഇൻറ്റു 3, അല്ലെങ്കിൽ 3 3s are 9 ഇൻറ്റു 5, ദാറ്റ് ഈസ് 45 ഫാക്ടേഴ്സ് ഉണ്ട് കേട്ടോ ടോട്ടൽ. ചോദ്യം എന്താണ്? എത്ര ഈവൻ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഉണ്ടെന്ന്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ആ ടേബിൾ നിർമ്മിച്ചേ പറ്റൂ കേട്ടോ. അപ്പോൾ 3600ൻ്റെ ബോക്സ് ടീച്ചർ വരച്ചു. എങ്ങനെയാണ് വരച്ചതെന്ന് നമുക്ക് മനസ്സിലായില്ല. നമുക്ക് അവിടെ വന്ന് ഫാക്ടേഴ്സ് 3 ഉണ്ടായിരുന്നു, 5 ഉണ്ടായിരുന്നു, 2 ഉണ്ടായിരുന്നു.
അപ്പോൾ ടീച്ചർ എന്ത് ചെയ്തു, നോട്ട് ടു 1 2 2 2 3 2 4 2 എത്ര ടൂസ് ഉണ്ടോ അത്രയും ടൂസിന് കോളം വരച്ചു. പിന്നെ ത്രീസിന് വേണ്ടിയിട്ട് നോ 3 1 3 2 3 ഇത്രയും മതി. പക്ഷേ നമുക്ക് 5ഉം കൂടെ വന്നുകൊണ്ട് 5നെ കൂടി ഉൾപ്പെടുത്തണം. നോ 5 ഉൾപ്പെടുത്തണം, 1 5 ഉൾപ്പെടുത്തണം, 2 5 ഉൾപ്പെടുത്തണം. ഇങ്ങനെ കോളം വരച്ചു. ഇനി നമ്മൾ ഇവിടുന്ന് എഴുതി പോവാം. നോ 3 നോ 2 നോ 5. അപ്പോൾ നമുക്ക് ആൻസർ വരേണ്ടത് 1 ആണ്. ദെൻ നോ 3 1 2 നോ 5. അപ്പം 1 മാത്രം ഇവിടെ എന്ത് ചെയ്യുന്നു, പ്രൊജക്റ്റ് ചെയ്യുന്നുള്ളൂ, ബാക്കി 2 ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഇത് 2 എഴുതി, ഇത് 4 എഴുതി, ഇത് 8 എഴുതി, 16 എഴുതി. ഇനി ശ്രദ്ധിച്ചോളാം, 1 3 നോ 2. അപ്പോൾ ഇവിടെ 3 വരണം. 1 3 1 2. അപ്പോൾ 3 2s are 6. 1 3 2 2, അതായത് 4 വരും. 4 3s are 12. ഒരു കാര്യം ശ്രദ്ധിച്ചോ പിള്ളേരെ, ഇതിൻ്റെ ഇരട്ടി എങ്ങോട്ട് വരുന്നത് എല്ലാം നോക്കിക്കോ, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കി, നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോ. 1 3 ആൻഡ് 8. അപ്പോൾ 8 3s are 24. കണ്ട ഇരട്ടി വരുന്നത് കണ്ടോ. അടുത്ത എന്താ, 3 × 16 48. സോ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം എഴുതി പോകാം കേട്ടോ. അടുത്ത എന്താണ്, 2 9s. അപ്പോൾ 9 വന്നു. 9 2s are 18. 9 4s are 36. 9 8s are 72. 9 16 144. ഇരട്ടി എഴുതി പോകാം, അല്ല മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, ഇഷ്ടമുള്ളത് ചെയ്യാം കേട്ടോ. നോ 5 ആയതുകൊണ്ട് 5നെ നമ്മൾ ഉൾപ്പെടുത്തിയേ ഇല്ല. ഇനി നോ 3 1 5 നോ 2. അപ്പോൾ 5ൻ്റെ കേസാണ് ഇവിടെ. നോ 3 നോ 2. അപ്പോൾ 2 3യും ഈ കോളത്തിൽ വേണ്ട, എല്ലാം എന്ത് മതി, 1 5 1 5. അടുത്ത എന്താ, 1 2 1 5. അപ്പോൾ എന്ത് വേണം, നമ്മൾ 10 എഴുതണം. അടുത്തത് 1 5 4 4. അപ്പം 4 5 20. അപ്പം അടുത്ത സ്വാഭാവികമായിട്ട് എന്ത് വരുമായിരിക്കും, 40. അടുത്തത് 80. കറക്റ്റായിട്ട് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഇരട്ടിയായിട്ട് എഴുതുമ്പോൾ സെയിം ആയിട്ടേ വരുള്ളൂ കേട്ടോ. അടുത്തത് 1 3 നോ 2 1 5. 5 3s are 15 വരണം. 2 മാത്രമേ ഉൾപ്പെടുത്തേണ്ട, 3നെയും 5നെയും മൾട്ടിപ്ലൈ ചെയ്യണം. 15 ദെൻ 30 വരും. 60 100. ഞാൻ വെറുതെ മുമ്പ് എഴുതിയത് കൊണ്ട് എളുപ്പം തന്നെ എഴുതി പോകുന്ന കേട്ടോ. ഇരട്ടി എഴുതിപ്പോയാൽ എളുപ്പമാണ് നമുക്ക് കേട്ടോ. 60യുടെ ഇരട്ടി എന്ന് പറയുമ്പോൾ, ഇരട്ടി അല്ലെങ്കിൽ പോലും 1 3 8 2 16 × 5 അല്ലേ, 120. 3 × 8 8 3s are 24 × 5. സോ 120. ദെൻ 16. അപ്പോൾ ഇത് വരും 240. അടുത്ത 2 9, അതായത് 2 3. അപ്പോൾ 9 വരും. നോ 2. അപ്പോൾ 2 വേണ്ട. 1 9 5s are 45. പിന്നെ അങ്ങ് എഴുതി പോയാൽ മതി. 90 180 360 720. ഡബിളാക്കി എഴുതി പോയാൽ മതി കേട്ടോ. ഇനി നോ 3 നോ 2 2 5. 2 5 എന്ന് വെച്ചാൽ എന്നാ 25 കേട്ടോ. ഇത് 2 5 എന്ന് വെച്ചാൽ 2 5 5 5 സ്ക്വയർ, ദാറ്റ് ഈസ് 25. ഇവിടെ 25 ദെൻ 50 100 200 400. അടുത്തത് 1 3 നോ 2 25. 25 × 3 എന്ന് പറയുമ്പോൾ 75 വരും കേട്ടോ. ദെൻ 150 300 600 1200. അടുത്തത് 2 9s 2 3s. അപ്പം 9 വരും. 25 വരും. നോ 2. അപ്പോൾ 25 × 9 ദാറ്റ് ഈസ് ഈക്വൽ ടു 225. ദെൻ 450 വരും. 900 1800. 18ൻ്റെ ഇരട്ടി 36 3600. അപ്പോൾ ഇത് നോക്കുമ്പോഴേ നമ്മൾ ഇത് നമ്പർ എഴുതിയില്ലെങ്കിൽ പോലും നമുക്ക് ഈ കോളം ഫുള്ള് വരയ്ക്കുമ്പോൾ തന്നെ എത്ര കോളം ഉണ്ടെന്ന് നോക്കിയേ. 1 2 3 4 5 കോളം ഇങ്ങോട്ടും, 1 2 3 4 5 6 7 8 9. അപ്പം 9 5s are എന്തായി, 9 5s are 45 വന്നില്ലേ. അപ്പം തന്നെ നമുക്ക് കോളം ഫില്ലായി. 9 × 5 45 എന്നുള്ള കോളം വന്നപ്പോൾ തന്നെ മനസ്സിലായി നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്ര ഉണ്ട്, ടോട്ടൽ
45 ഉണ്ട്. ഇനി അവരുടെ ചോദ്യം എത്ര ഈവൻ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു എന്നാണ് ചോദ്യം. ഈവൻ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് നോക്കി, ഇതെല്ലാം ഈവൻ 2, 4, 8, 16 എന്നിവ ഈവൻ നമ്പേഴ്സ് അല്ലേ. അവരെ കൊണ്ട് നമ്മൾ ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലും ഈവനല്ലേ കിട്ടുള്ളൂ. പിന്നെ പോയിട്ട് ആകെയുള്ളത് എന്താണ്, ഈ നോട്ട് 2 വരുന്ന കോളത്തിൽ മാത്രമേ എന്ത് വരുന്നുള്ളൂ, ഓഡ് നമ്പേഴ്സ് വരുന്നുള്ളൂ. അപ്പോൾ 45 ഈ 9 മൈനസ് ചെയ്താൽ കിട്ടുന്ന എത്രയാണ് ആകെ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്, ഈവൻ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 36 എണ്ണം ഉണ്ട് കേട്ടോ. 36 ഈവൻ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് ചെയ്ത് പഠിക്കണം. അപ്പോൾ ഈ കോളം എഴുതുന്നത് ശ്രദ്ധിച്ച് ചെയ്തോണം, പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആണ് ഇമ്പോർട്ടൻറ്റ്. അത് ടീച്ചർ പറഞ്ഞല്ലോ, പവർ എക്സ്പോണൻറ്റ് പവർ വരുന്നതിനെ +1 ഇട്ട് ഇൻറ്റു ചെയ്താൽ മാത്രം മതിയോ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂട്ടുകാർക്കെല്ലാം അയച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ പരീക്ഷയ്ക്ക് മുമ്പ് 2-3 ആവർത്തി ഈ വീഡിയോ കണ്ടിട്ട് ക്ലാസ്സിൽ പോവാം. ഓക്കെ.